അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 24 വെള്ളിയാഴ്ച. പശു പാല് തരുന്നതിനു മുമ്പേ ഇന്ത്യ മുന്നണിയിൽ നെയ്യിനായുള്ള അടി തുടങ്ങിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 കൊല്ലത്തേക്ക് 5 പ്രധാനമന്ത്രിമാരെ നിശ്ചയിക്കണോ എന്നാണ് ഇന്ത്യ മുന്നണി ചർച്ച ചെയ്യുന്നതെന്ന് മോദി പരിഹസിച്ചു. കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ രാമക്ഷേത്രം ഉണ്ടാക്കാൻ അനുവദിച്ചില്ലെന്നും അവർ അധികാരത്തിൽ വന്നാൽ രാമനാമം ജപിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞ മോദി, മുസ്ലിങ്ങൾക്ക് വേണ്ടി 2 രാജ്യം സൃഷ്ടിച്ച കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുവെന്നും ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും സാധാരണക്കാരനാണ് പറയുന്നതെങ്കിൽ ജനങ്ങൾ അയാളെ പിടിച്ച് ഭ്രാന്താശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നതിനു വേണ്ടി ദൈവം തന്നെ നേരിട്ട് ഭൂമിയിലേക്ക് അയച്ചതാണെന്ന് മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. ദൈവം നേരിട്ട് അയച്ച ഒരാൾ സമ്പന്നർക്ക് വേണ്ടി മാത്രം നല്ലത് ചെയ്യുന്നത് വിചിത്രമായ കാര്യമാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ ഭരണഘടനയെ അപകടപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. ഭരണഘടനയുടെ ശക്തിയിലാണ് ദരിദ്രർക്ക്, കർഷകർക്ക്, ദലിതർക്ക്, ഗോത്രവിഭാഗങ്ങൾക്ക്, പിന്നാക്കക്കാർക്ക് അവകാശങ്ങൾ ലഭിച്ചതെന്ന് പറഞ്ഞ പ്രിയങ്ക, 10 വർഷം ഒരു സർക്കാരിനെ നയിച്ച പ്രധാനമന്ത്രി കുതിച്ചുയരുന്ന വിലക്കയറ്റത്തെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും നിശബ്ദത പുലർത്തുകയാണെന്നും അദ്ദേഹം ഇപ്പോൾ മംഗല്യസൂത്രത്തെ പറ്റിയാണ് പറയുന്നതെന്നും പരിഹസിച്ചു. ജയിലിലേക്ക് മടങ്ങിപ്പോകാൻ ഭയമോ ആശങ്കയോ ഇല്ലെന്നും രാജ്യത്തിനു വേണ്ടിയുള്ള തന്റെ പോരാട്ടത്തിന്റെ ഭാഗമാണ് ജയിൽവാസമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. തന്നെ തൂക്കിലേറ്റിയാലും ആം ആദ്മി പാർട്ടി ഇല്ലാതാകില്ലെന്നും ഭഗവത്ഗീത കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചുവെന്നും കെജ്രിവാൾ പറഞ്ഞു. മഹാരാഷ്ട്ര ഡോംബിവലി വ്യവസായ മേഖലയിലെ കെമിക്കൽ ഫാക്ടറിയിൽ സ്ഫോടനം. വൻ സ്ഫോടനത്തിൽ 8 മരണം സ്ഥിരീകരിച്ചു. സ്ഫോടനത്തിലും തീപിടുത്തത്തിലും 60 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രദേശത്ത് തുടർച്ചയായി പൊട്ടിത്തെറികൾ ഉണ്ടായതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഫാക്ടറിയിൽ ബോയിലർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരിൽ ചിലർ ഗുരുതരാവസ്ഥയിലാണ്. കേരള തീരത്തിന് അരികിലായി അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടു. കേരളത്തിൽ മഴ ശക്തമാകുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി കൂടി നാളത്തോടെ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം വിലയിരുത്തി. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പലയിടത്തും കൂടുതൽ മഴയ്ക്ക് സാധ്യത. മിന്നൽ പ്രളയവും മലവെള്ളപ്പാച്ചിലും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനം ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. 8 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു. വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കരുതലുണ്ടാകണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മഴയെ തുടർന്ന് സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചത്. അനധികൃതമായി ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി വീണ ജോർജ്. അനധികൃതമായി വിട്ടുനിൽക്കുന്ന ജീവനക്കാർക്കെതിരെ പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി നടപടികൾ സ്വീകരിച്ചു വരുമ്പോൾ ചില ജീവനക്കാർ അനധികൃതമായി അവധിയിലാണെന്ന് കണ്ടെത്തി. തുടർന്നാണ് പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി നിർദ്ദേശിച്ചത്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിയെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. പെൺകുട്ടി കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഇന്നലെ രഹസ്യമൊഴി നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഫോൺ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നതായും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. KSRTC ഡ്രൈവർ യദുവും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുണ്ടായ തർക്കത്തിൽ ഉൾപ്പെട്ട KSRTC ബസ് പരിശോധനയ്ക്കായി RTOയ്ക്ക് വിട്ടുകൊടുത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി. ബസ് പരിശോധനയ്ക്ക് വിട്ടുകൊടുത്ത തിരുവനന്തപുരം ജില്ലാ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ മുഹമ്മദ് ബഷീറിനെ കട്ടപ്പനയിലേക്ക് സ്ഥലം മാറ്റി. സംഭവത്തിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ KSRTC ബസിനെ വേഗപ്പൂട്ടില്ലെന്ന് RTO കണ്ടെത്തിയിരുന്നു. CSI സൗത്ത് കേരള ഇടവകയുടെ ഭരണത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ തിരുവനന്തപുരം പാളയം LMS കോമ്പൗണ്ടിന്റെ ഭരണം തഹസിൽദാർ ഏറ്റെടുത്തു.
സമാധാന അന്തരീക്ഷത്തിൽ വീണ്ടും ചർച്ച നടത്തുമെന്ന് സബ് കളക്ടർ അറിയിച്ചു. രാത്രി വൈകിയും സ്ഥലത്തുനിന്ന് പിരിഞ്ഞു പോവാതെ പ്രതിഷേധിച്ച വിശ്വാസികളെ പോലീസ് വിരട്ടിയോടിച്ചു. സ്ഥലത്ത് പോലീസ് തുടരുകയാണ്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹി ജാസ്മിൻ ഷായ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി. വിദേശത്തു നിന്നും ഹവാല പണം കടത്തിയെന്ന ആരോപണത്തിൽ ED അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി EDയുടെ നിലപാട് തേടി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങൾ പ്രാബല്യത്തിൽ വന്നു. 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ഉള്ള സ്ഥലത്ത് പ്രതിദിനം 80 ടെസ്റ്റുകൾ മാത്രമേ നടത്താൻ പാടുള്ളൂ. 18 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാം. ടെസ്റ്റ് വാഹനങ്ങളിൽ ക്യാമറ വയ്ക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കും തുടങ്ങിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇറങ്ങിയത്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ ശാസ്ത്രീയ റിപ്പോർട്ട് അനുസരിച്ച് തുടർ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി P. രാജീവ്. പെരിയാറിൽ കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയതുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു തരത്തിലും മലിനീകരണം ഉണ്ടാകരുത് എന്നാണ് വ്യവസായ വകുപ്പ് നിലപാട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകും. രാസമാലിന്യമാണോ ജൈവ മാലിന്യമാണോ മത്സ്യങ്ങൾ ചത്തൊടുങ്ങാൻ കാരണമായതെന്ന് കണ്ടെത്താൻ പഠനങ്ങൾ ആരംഭിച്ചു എന്നും മന്ത്രി അറിയിച്ചു. തൃശൂർ മുതൽ അരൂർ വരെയുള്ള ഗതാഗത കുരുക്ക് പരിശോധിക്കാൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നേരിട്ടിറങ്ങും. ട്രാഫിക് സിഗ്നൽ കേന്ദ്രീകരിച്ച് തൃശൂർ മുതൽ അരൂർ വരെ സഞ്ചരിച്ച് മന്ത്രി വിഷയം നേരിട്ട് കണ്ട് പഠിക്കും. ഗതാഗത കമ്മീഷണർ, MVD ഉദ്യോഗസ്ഥർ, നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ, ജനപ്രതിനിധികൾ എന്നിവരും ഒപ്പമുണ്ടാകും. തൃശൂർ, എറണാകുളം ജില്ലാ കളക്ടർമാരും ഒപ്പമുണ്ടാകും. തൃശൂരിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തോടുകൾ വൃത്തിയാക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് കാനകൾ വൃത്തിയാക്കുന്ന ജോലികൾ ആരംഭിച്ചു. മഴക്കാലപൂർവ്വ പ്രവൃത്തി നടപ്പാക്കാത്ത കോർപ്പറേഷനാണ് വെള്ളക്കെട്ടിന് ഉത്തരവാദി എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. GST വകുപ്പിന്റെ ഓപ്പറേഷൻ പാംട്രിയിലൂടെ 500 കോടി രൂപയുടെ വ്യാജ ബില്ലുകൾ നിർമ്മിച്ചതായി കണ്ടെത്തി. ആക്രി കച്ചവടത്തിന്റെ മറവിൽ നടക്കുന്ന കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ GST വകുപ്പ് 7 ജില്ലകളിലായി 100-ലേറെ കേന്ദ്രങ്ങളിലാണ് 300-ലേറെ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് പരിശോധന നടത്തിയത്. എറണാകുളം, പാലക്കാട്, തിരുവനന്തപുരം, മലപ്പുറം അടക്കം 7 ജില്ലകളിൽ 100-ലേറെ കേന്ദ്രങ്ങളായിരുന്നു പരിശോധന. വ്യാജ ബില്ലുകൾ ചമച്ചും ഷെൽ കമ്പനികൾ രൂപീകരിച്ചും കോടികളുടെ വെട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ. സൗദി ജയിലിൽ കഴിയുന്ന കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. 34 കോടി 35 ലക്ഷം രൂപയാണ് അബ്ദുൾ റഹീം നിയമസഹായ സമിതി കൈമാറിയത്. സർട്ടിഫൈഡ് ചെക്ക് റിയാദ് ഗവർണറേറ്റിനെ കൈമാറും. ചെക്ക് ലഭിച്ചാലുടൻ അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കും. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കാനെത്തിയ കർണാടക ധനകാര്യ കമ്മീഷൻ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി MB രാജേഷ്. അധികാര വികേന്ദ്രീകരണത്തിൽ കേരളത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് കർണാടക ധനകാര്യ കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. തദ്ദേശ ഭരണം, പൊതുവിതരണം, ഗവേണൻസ് തുടങ്ങി കേരളത്തിന്റെ ഒട്ടേറെ മാതൃകകൾ കർണാടകം പകർത്തിയ അനുഭവങ്ങളുണ്ടെന്നും സംഘം പറഞ്ഞു. പാലക്കാട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തത് ആന്തരിക രക്തസ്രാവവും ഹൃദയാഘാതവും മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കമ്പിയിൽ കുടുങ്ങിക്കിടന്നത് ആന്തരിക രക്തസ്രാവത്തിന് ഇടയാക്കി. ശ്വാസകോശത്തിനും ഹൃദയത്തിനും ഇടയിൽ രക്തം കട്ടപിടിച്ചു. ഇതുമൂലം ഹൃദയാഘാതം സംഭവിച്ചതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ മയക്കുവെടിയുടെ മരുന്നിന്റെ അംശം ശരീരത്തിൽ കണ്ടെത്താനായില്ല. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയ സംവരണം കൊൽക്കത്ത ഹൈക്കോടതി എടുത്തുകളഞ്ഞത് സ്വാഗതാർഹമാണെന്ന് K. സുരേന്ദ്രൻ. മതപരമായ സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന കോടതിയുടെ നിലപാട് ഇന്ത്യ സഖ്യത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസിന്റെ ആത്മവീര്യം സംരക്ഷിക്കാൻ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയാണോ വേണ്ടതെന്ന് ഹൈക്കോടതി. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ രൂക്ഷ വിമർശനം. അന്വേഷണം എപ്പോഴും പക്ഷപാതരഹിതമായിരിക്കണം, എങ്കിലേ ജനങ്ങൾക്ക് പോലീസിൽ വിശ്വാസമുണ്ടാകൂ എന്നും കോടതി ചൂണ്ടിക്കാട്ടി. കനത്ത മഴയെ തുടർന്ന് ലക്ഷദ്വീപ് അഗത്തിയിലേക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാന സർവീസുകളെല്ലാം റദ്ദാക്കി. അലയൻസ് എയറിന്റെയും ഇൻഡിഗോയുടെയും സർവീസുകളാണ് റദ്ദാക്കിയത്.
അഗത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കൊണ്ടുവരുന്നതിനായി തയ്യാറാക്കിയ പ്രത്യേക സർവീസും റദ്ദാക്കി. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFE-യുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. സേനാ വിഭാഗങ്ങളിലെ ഹ്രസ്വ സേവനത്തിന് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ അഗ്നിപഥ് പദ്ധതിയിൽ മാറ്റങ്ങൾക്ക് സാധ്യത. ഇതിനായി സൈന്യം ആഭ്യന്തര സർവേ ആരംഭിച്ചു. കര, നാവിക, വ്യോമസേനകളിലെ 4 വർഷത്തെ സേവനത്തിനാണ് അഗ്നിപഥ് നടപ്പാക്കിയത്. പദ്ധതിയുടെ ഭാഗമായ യുവാക്കൾ, നിയമന പരിശീലന ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുന്നതായാണ് സൂചന. സർവേയിലെ ഉത്തരങ്ങൾ ഈ മാസം അവസാനത്തോടെ അവലോകനം ചെയ്ത് പുതിയ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വധിക്കുമെന്ന് ഭീഷണി സന്ദേശം. ചെന്നൈയിലെ NIA ഓഫീസിലേക്ക് എത്തിയ അജ്ഞാത സന്ദേശം മധ്യപ്രദേശിൽ നിന്നാണെന്നാണ് സൂചന. ചെന്നൈ പോലീസിന്റെ സൈബർ ക്രൈം വിഭാഗം അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രതിയെ ഉടൻ കണ്ടെത്താൻ സാധിക്കുമെന്നും NIA വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചു. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 58 മണ്ഡലങ്ങളാണ് നാളെ വിധിയെഴുതുന്നത്. മനുഷ്യനല്ല അവതാരമാണെന്ന് അവകാശപ്പെടുന്ന മോദിയെ താഴെയിറക്കി കോടിക്കണക്കിന് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തണമെന്ന് ഈസ്റ്റ് ഡൽഹിയിലെ റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. പശ്ചിമ ബംഗാളിലെ സോനാചുര ഗ്രാമത്തിലെ BJP പ്രവർത്തകയായ 38 വയസ്സുകാരി കൊല്ലപ്പെട്ടതിന് പിന്നാലെ വ്യാപക പ്രതിഷേധം. തൃണമൂൽ കോൺഗ്രസ് സംഘമാണ് തങ്ങളുടെ പ്രവർത്തകയെ കൊന്നതെന്നും നിരവധി പേർക്ക് അക്രമങ്ങളിൽ പരിക്കുണ്ടെന്നും BJP ജില്ലാ ജനറൽ സെക്രട്ടറി പറഞ്ഞു. നന്ദിഗ്രാം ഉൾപ്പെട്ട തംലുക് ലോക്സഭാ മണ്ഡലത്തിൽ നാളെയാണ് വോട്ടെടുപ്പ്. മഹാരാഷ്ട്ര അഹമ്മദ് നഗറിൽ രക്ഷാദൌത്യത്തിനിടെ 3 ദുരന്ത നിവാരണ സേനാംഗങ്ങൾ മുങ്ങിമരിച്ചു. ഇന്നലെ വൈകിട്ട് പ്രവാര നദിയിൽ കാണാതായവർക്കുള്ള തിരച്ചിലിനിടയിലാണ് ദുരന്ത നിവാരണ സേനാംഗങ്ങൾ അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിനിടെ ബോട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കൊച്ചുമകൻ പ്രജ്വൽ രേവണ്ണയ്ക്ക് താക്കീതുമായി മുത്തച്ഛൻ HD ദേവഗൌഡ. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്, തിരിച്ചു വരണം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും, അതിനെ അനുസരിക്കണം. എത്രയും പെട്ടെന്ന് തിരിച്ചെത്തി വിചാരണ നേരിടണമെന്നും ഹാസൻ MP കൂടിയായ പ്രജ്വലിനോട് പാർട്ടി ലെറ്റർ ഹെഡിലൂടെ പ്രസ്താവന ഇറക്കി ദേവഗൌഡ ആവശ്യപ്പെട്ടു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നാടകം കളിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദില്ലിയിൽ സഖ്യമായി മത്സരിക്കുന്നവർ പഞ്ചാബിൽ തമ്മിൽ പോരാടുകയാണ്. ഇന്ത്യ സഖ്യം മുമ്പും കർഷകർക്ക് പല വാഗ്ദാനങ്ങളും നൽകി, എന്നാൽ ഒന്നും പാലിച്ചില്ലെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. വൈഭവ് കുമാർ തന്നെ ആക്രമിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ വീട്ടിലുണ്ടായിരുന്നുവെന്ന് സ്വാതി മലവാൾ. നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും താൻ ആർക്കും ക്ലീൻ ചിറ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ANIക്ക് നൽകിയ അഭിമുഖത്തിൽ സ്വാതി പറഞ്ഞു. തന്റെ മാതാപിതാക്കളെ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ച് അരവിന്ദ് കെജ്രിവാൾ. വൈഭവ് കുമാറിൽ നിന്ന് അതിക്രമം നേരിട്ടെന്ന സ്വാതി മലിവാളിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ ഡൽഹി പോലീസ് തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു കെജ്രിവാളിന്റെ അപേക്ഷ. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഛത്തീസ്ഗഡിൽ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. നാരായൺപൂർ, ബസ്തർ, ദന്തേവാഡ ജില്ലകളുടെ ട്രൈ ജംഗ്ഷനായ അബുജ്മത് വനത്തിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകൾ ആരാണെന്ന് വ്യക്തമായിട്ടില്ല. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചതെന്ന് നാരായൺപൂർ പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ചുള്ള വിലാപയാത്രയിൽ 10,000 പങ്കെടുത്തു. റൈസിയുടെ ജന്മനഗരമായ മഷാദിലെ ഇമാം റസ വിശുദ്ധ പള്ളിയിലാണ് ഖബറടക്കം. പരമോന്നത നേതാവ് അയാത്തുള്ള അലി ഖമേനിയാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത്. മെയ് 19-നാണ് പ്രസിഡന്റ് റൈസിയും വിദേശകാര്യമന്ത്രിയുമടക്കം 8 പേർ അസർബൈജാനിന് സമീപം ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ മുഖ്യ പരിശീലകനായി സ്വീഡിഷ് പരിശീലകൻ മിക്കേൽ സ്റ്റാറെ നിയമിച്ചു. 17 വർഷത്തോളം പരിശീലനത്തിൽ അനുഭവ സമ്പത്തുള്ള സ്റ്റാറെ വിവിധ പ്രമുഖ ഫുട്ബോൾ ലീഗുകളിൽ പരിശീലകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2026 വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി സ്റ്റാറെ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന IPL-ലെ 2ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-നാണ് മത്സരം. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ മെയ് 26-ന് നടക്കുന്ന ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.